ഇങ്ങനെയൊക്കെയല്ലേ ഉണ്ടാക്കല്. ഗായ്സ്, ഞാൻ എന്നെ മീൻ ബിരിയാണി വെക്കുന്നു കേട്ടോ. അപ്പൊ ഞാൻ ഒരു പാചക പുസ്തകമൊക്കെ എടുത്ത് വായിച്ചു നോക്കണം എങ്ങനെ ഉണ്ടാക്കുക. ഇത് ബുക്കൊന്നല്ല, മീൻ്റെ ചിത്രമുണ്ട്. ചിത്രം കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും എങ്ങനെ ഉണ്ടാക്കാന്നൊക്കെ. അതൊക്കെ ഒരു പുതിയ ടെക്നിക്കാണ്. പക്ഷെ ഇത് തിന്നാൻ പറ്റണില്ല കേട്ടോ. അത് ഞാൻ പുറത്തുനിന്ന് നോക്കി, തിന്നാനൊന്നും പറ്റണില്ല. എൻ്റെ പല്ല് കണ്ടില്ല, അത് കേട് വന്ന് കടിച്ചിട്ട്. ഇന്ന് ഞാനാണ് വീട്ടത്തെ പണി മുഴുവൻ എടുക്കുന്നത്. അപ്പോ അമ്മച്ചിയെ, ഞാനോട് സീരിയസ് ആയിട്ടൊരു കാര്യം പറയുമ്പോൾ അമ്മച്ചീൻ്റെ പാവക്കുത്തിനേറ്റ് വന്നേക്കണേ. അത് ഞാനേ പോയി ചായ കുടിക്കട്ടെ, എന്നിട്ട് വേണം പണിയൊക്കെ തുടങ്ങാൻ. ഇത് രാവിലെ കുടിക്കണമെന്നല്ല കേട്ടോ, 10 മണിക്ക് കുടിക്കണേ. കുറച്ച് കടലയും കോഴിമുട്ടൊക്കെ ഉണ്ട്. ഞാൻ അങ്ങനത്തൊക്കെയാണ്, പ്രോട്ടീനൊക്കെ തന്നെ ഞാൻ തിന്നുള്ളൂ കേട്ടോ. എന്നാലേ പണിയെടുക്കാനുള്ള ശക്തി വെക്കുള്ളൂ. എന്നാലും മെച്ചിനോട് പണിയെടുക്കാന്ന് കേട്ടുപോയി. ഇനിയിപ്പോൾ ഈ കടല തിന്ന് തീരണ വരെ ഇവിടെ തന്നെ ഇരിക്കാം, അല്ലെങ്കിൽ പണിയെടുക്കേണ്ടി വരും. പറഞ്ഞു പോവുകയും ചെയ്ത്. ഇനിയിപ്പോൾ എടുത്തല്ലേ പറ്റൂ. ഓരോ നീച്ച് തിന്ന, അപ്പോൾ കുറേ ടൈം കിട്ടും. ഇങ്ങനെ ഒരു കടൽ തന്നെ 2 കഷ്ണാക്കി തിന്ന, അപ്പോൾ കുറേ ടൈം കിട്ടും. ഇങ്ങനെ തിന്നിട്ട് എനിക്ക് വയറ് നിറഞ്ഞ്. എൻ്റെ ബുദ്ധി ഇമ്മച്ചിക്ക് മനസ്സിലായിക്കണേ. ഇനിയിപ്പോൾ തിന്നെ പറ്റുള്ളൂ. ഇമ്മച്ചിയൊക്കെ കണ്ടുപിടിച്ച് നല്ല അടി കൊടുക്കണം. അല്ലെങ്കിലും ഉമ്മച്ചിനെ ഉണ്ടാക്കിയിരിക്കണത് പണിയെടുക്കാനാ തോന്നണ്ടേ. ഇപ്പം എല്ലാ പണിയും ഞാൻ തന്നെ അമ്മച്ചിക്ക് ചെയ്ത് കൊടുക്കണേ. ചോറും കൂട്ടാനും ഒക്കെ ഞാൻ അമ്മച്ചിക്ക് ഉണ്ടാക്കി കൊടുക്കണത്. ഇത് കഴിഞ്ഞിട്ട് വേണം ഞാൻ ചോറ് വെക്കാൻ. അടുക്കണം, തുടക്കണം, എന്തൊക്കെയാ പണിയുണ്ട്. ഓ, ഇവിടെ ആണെങ്കിൽ മാറാളെ തട്ടിയിട്ട് പോകണില്ല. എന്തോ ഒരു പൊടിയാണ്. നിങ്ങളിവിടെ വീഡിയോ എടുത്തിരിക്കുക, ഇങ്ങൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. ഓ, മാറാലങ്ങനെ തട്ടിക്കഴിഞ്ഞു. ഇനി ഇവിടെ അടിച്ചു വരണല്ലോ. എന്തൊക്കെ ചെയ്യണം ഞാൻ? ആകെ കുഴങ്ങി. ഇനിയിപ്പോൾ എന്താ ചെയ്യാ? ഇവിടുന്ന് പാട്ട് കേൾക്കണ്ടല്ലോ. ഇപ്പൊ പാട്ട് ഇട്ടിട്ടാ എന്നവര് ഡാൻസ് ആവാ. അങ്ങനെ ഡാൻസ് കളിച്ചിരുന്നാ പോരല്ലോ, ബാക്കി പണി എടുക്കൂടെ എടുക്കണ്ടേ. ഞാൻ പോയിട്ട് ഉപ്പേരി ഉണ്ടാക്കട്ടെ. ഇതെന്താ പറയുക, ഇത് ഉരുളങ്കിഴങ്ങൊക്കെ ഉപ്പേരിയാണേ. നല്ല രസമാണ് കേട്ടോ, അതൊക്കെ നല്ല ഇഷ്ടമാണ്. ഇനി ഇളക്കാൻ പോട്ടെട്ടോ. ആദ്യം നമ്മൾ ഇതൊക്കെ ഇട്ട് ഇങ്ങനെ ഇളക്കണം. ഇനി പൊടി ഇടണം. ആദ്യം കുറച്ച് ഉപ്പിടണം, കുറച്ചിട്ടാൽ മതിട്ടോ. തുറക്കാൻ കിട്ടണില്ല. ഇത് പിന്നെ ഇഞ്ചിപ്പൊടി നല്ല രസമാണ് കേട്ടോ. ഇതിന് കാറ്റ് മേടിച്ചതാണ്, നല്ല ടേസ്റ്റാണ് ഫുഡിലിടുമ്പോൾ. ഇനി അടുത്ത പൊടി കുരുമുളക് പൊടി, ഇത് ഇടണം കേട്ടോ. അങ്ങനെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഞാൻ മീൻ ബിരിയാണൊക്കെ ഉണ്ടാക്കിയിട്ടാവുമ്പോൾ ഞാൻ കാണിക്കാത്തതാണ്. ഇതൊക്കെ കഴിഞ്ഞ് തുടച്ച് വൃത്തിയാക്കിയിട്ട് വേണം ചോറ് തിന്നാനേ. പണിയാണെങ്കിൽ തീരണ്ടേ. ഓ, കുറച്ച് നേരം ഇങ്ങനെ നിൽക്കട്ടെ. ആകെ കുഴഞ്ഞ് പണിയെടുത്തിട്ട് ഇന്ന് പാല് കുടിച്ചിട്ടില്ല, അതുകൊണ്ട് കുറച്ച് ശക്തി കുറവാണ്. കൊള്ളിയൊന്നും പൊന്തണില്ല. അത് മാജിക്കുള്ള ഇവിടെ ഒളിച്ചിരുന്നാൽ ഇമ്മച്ചിനെ കാണൂല. എൻ്റെ ബാക്കിൽ ഒളിച്ചിരിക്കാം. ഇമ്മച്ചിനൊന്ന് പേടിപ്പിക്കഴിഞ്ഞാൽ കാണാതിട്ട് ഇവിടൊക്കെ തെരഞ്ഞു നടന്നോളും. അല്ലെങ്കിൽ വേണ്ട, പാവല്ലേ. വേഗം തുടച്ച് തീർത്തിട്ടേ പോയി ചോറ് തിന്നണം. കാരണം എനിക്ക് വിശന്നിട്ട് വയ്യ. പണിയൊന്ന് തീർന്നിട്ട് വേണം. ഇതൊക്കെ കഴിഞ്ഞു. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേനിത് അടുത്ത പണി. മുറ്റത്ത് നിറച്ച് കച്ചറിയണേ. അതുകൊണ്ട് ഞാൻ മുറ്റം കൂടി അടിച്ചു വാരിട്ട് പോയി ചോറ് തിന്നണം. എല്ലാ പണിയും കഴിഞ്ഞിട്ട് ചോറ് നമ്പളാണ് നല്ല രസം ചോറിന്. എന്നാലും ഞാൻ കുപ്പിന്ന് വന്ന ബോധമൊന്നുമല്ലല്ലോ കുറേ പണിയെടുക്കാനേ. ആ ഗേറ്റൊന്ന് തുറന്നിരുന്നെങ്കിൽ ഇവിടുന്ന് ഓടി രക്ഷപ്പെടുന്നു. ഇതിപ്പോൾ ഓടി രക്ഷപ്പെടാനും പറ്റൂലല്ലോ. ചുറ്റും മതിലുമാണ്, മുമ്പിൽ വലിയ ഗേറ്റും. ഞാൻ എങ്ങനെ രക്ഷപ്പെടുവരുന്നേ?
ഞാനെങ്കിലും ഒന്ന് കൊണ്ടുപോയി സ്കൂളിൽ ചേർത്ത് കൂടെ നല്ലെങ്കിലും ഒക്കെ റെസ്റ്റ് എടുക്കേന്ന്. ആരവിടെ പൈപ്പും കല്ലൊക്കെ കൊടുന്നിട്ടിക്കണേ. അതും ഞാൻ പെറുക്കി വരുന്നേ. ബട്ടർഫ്ലൈ ഇമ്മച്ചിയ ബട്ടർഫ്ലൈൻ്റെ ഇവിടെ ചാളി ചവിട്ടി ഞാന്. ഇനിയിപ്പോ എങ്ങനെ തീ കൂടെ പോവാ? ചെരുപ്പിലാകെ ചളി കീറിയല്ലോ. എനിക്ക് നടക്കാൻ വയ്യ ചെരുപ്പിൽ ചാളിയിട്ട്. ഉമ്മച്ചി ആരേലൊന്നും ഇനി എടുത്ത് കൊണ്ടുപോവ്. ഇങ്ങനെ പുറത്തിറങ്ങൂല. അവൻ പോയി ചോറ് നിട്ടെ. ഗായ്സ്, ഇതാണ് മീൻ്റെ മന്തി. നോക്കട്ടെ ടേസ്റ്റ് ഉണ്ടോന്ന്. നല്ല ചൂടുണ്ട്. അടിപൊളിയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ടേസ്റ്റ് കൊണ്ട് ഒന്നും പറയാൻ വയ്യ. ഒക്കെ തിന്ന് കഴിച്ചിട്ട് പറയാം നിങ്ങളോടുത്താ. നല്ല ടേസ്റ്റ് ഉണ്ട്. മന്തി പോലെ ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ ഉണ്ടാക്കി പൊട്ടാറ്റോ ഉണ്ടായിരുന്നേ. മീൻ്റെ കഷ്ണമൊക്കെ തിന്നാൻ എന്താ രസം അറിയോ. ഇങ്ങളെ വേണമെങ്കിൽ ഉണ്ടാക്കി നോക്കി. ഇങ്ങനെ നല്ല ടേസ്റ്റാ. അങ്ങനെ ചോറ് തിന്നലൊക്കെ കഴിഞ്ഞ് ചോറ് കുറേ തിന്നതുകൊണ്ടേ കെടുക്കാനൊന്നും വയ്യ. അതുകൊണ്ട് കുറച്ച് നടക്കട്ടെ. വേഗം ദഹിച്ചോളൂ. വയറുണ്ട് ചാടിക്കണം. ഇത്ര തോനെ ചോറ് നിന്നിട്ട് ഒന്ന് കുറച്ച് ഓടിയിട്ട് എക്സസൈസൊക്കെ ചെയ്തൊന്ന് കുറക്കണം. വൈകുന്നേരം ഞാൻ എന്നിങ്ങനെ ജോക്കിങ്ങിനൊക്കെ പോവാറുണ്ട്. ഞാനെന്നും ജോക്കിങ്ങിന് പോവലേ എൻ്റെ യുവാറിൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ. ഇന്നോൾ അവിടെ ഇല്ല. അതുകൊണ്ട് ഞാൻ ഇന്ന് മുറ്റത്ത് തന്നെയാണ് ഓടുന്നത്. ഞാനിങ്ങനെ ഓടുമ്പോഴാണ് ഞാനൊരു സാധനം കണ്ടത് കേട്ടാ. അങ്ങോട്ട് നോക്ക്, ചേരാട്ടാ. ഇത് എടുക്കാൻ പോണ് ഞാൻ എങ്ങനെ ആലോചിച്ച്. അതിൻ്റെ വീട് എവിടെയെന്ന് നമുക്കറിയില്ലല്ലോ. ഞാൻ കുറേ നേരം നോക്കിട്ടാ. അതിന് വീട്ടിലെത്താത്തോണ്ട് ഞാൻ കുറച്ച് നേരം അവിടെ കിടന്നേ. ഓന് വേഗം പോയാലല്ലേ എനിക്കും ഇങ്ങനെ കാണാൻ പറ്റുള്ളൂ. ചേരാട്ടല്ലേ ഏതോ കുഴിക്ക് വീണിക്കണേ. എങ്ങനെയാലും ഓനെ ഇന്ന് രക്ഷിക്കണം. ഓനെ മഞ്ഞുമൽ ബോയ്സ്തമായ അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ടാവും പാവം. എങ്ങനെയെങ്കിലൊക്കെ ഓൻ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ടേ രക്ഷിക്കട്ടെ. പാവല്ലേ, ഓനക്കും ഉണ്ടാവില്ലേ കുടുംബവും കുട്ടികളൊക്കെ. ഇവിടെ ഒന്നും തിരഞ്ഞിട്ടൊരു വടി കാണാം എല്ലോനെടുക്കാനേ. കിട്ടി. ഇത് മതി. ഇതേറ്റ ഓനെ രക്ഷപ്പെടുത്താം. അയ്യോ, മോനെ ഇനി കാണാറില്ലല്ലോ. ഉള്ളിക്ക് വേറൊക്കെ തോന്നുന്നുണ്ട്. പാവ എൻ്റെ കുത്തു കൊണ്ട് പോൻ ചത്തുന്ന തോന്നുന്നത്. ഞാൻ വേഗം പോവട്ടെ, അല്ലെങ്കിൽ എന്നെ പോലീസ് പിടിക്കും. അമ്മര് കണ്ടിട്ടില്ല തോന്നുന്നുണ്ട്. ഈ രഹസ്യം എൻ്റെ കൂടെ മണ്ണിൽ എലിഞ്ഞ് ചേരും. അപ്പോൾ ഞാൻ പോട്ടെ ഗൈസ്. ഇനി ഇവിടെ എന്താ പ്രശ്നം? ബൈ ബൈ. കമ്മിട്ട്